വെൽക്കം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നിൻ്റെ കോഴിക്കൊക്കെ കുറച്ച് റോട്ടിൽ നിന്ന് കൂടിയൊക്കെ കിട്ടുന്ന ബൽദ്യപ്പെട്ടി ഉണ്ട്. ബൽദ്യപ്പെട്ടി പറഞ്ഞാൽ അതായത് ഈ വേസ്റ്റ് പെട്ടീൻ്റെ അടുത്തൊക്കെ വെച്ചിട്ടുണ്ടാവില്ല, അതൊക്കെ എടുത്തിങ്ങാണ്ട് ഇങ്ങനെ കൊണ്ടുവരും. നമ്മളെ കോഴിക്കൊക്കെ കൊടുക്കുക. ഇറച്ചി പീസുകളൊക്കെ ഉണ്ടാവും, ഈ കോഴി അതൊക്കെ നമ്മളെ പൂച്ചാളുണ്ട്. ഒരു 4-5 പൂച്ച, ഇപ്പോൾ ഒരു 3 പൂച്ച വെയിറ്റിങ്ങിലാണ്. ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പൊട്ടിച്ചിട്ട് വേണം. അപ്പോൾ കോഴിക്കൾ വന്നപ്പോൾ പൂച്ചകളൊക്കെ തെറ്റിപ്പോയി. അപ്പം എന്നാൽ അങ്ങനെയാണ് കോഴി. അപ്പോൾ പ്രിയമുള്ള ചെങ്കളെ, എല്ലാവർക്കും കോഴിനൊക്കെ ഇഷ്ടമല്ലേ? നമ്മളെ കോഴിക്കൂട് ആണ് ഇതൊക്കെ. കുറച്ച് കോഴിക്കളെ പുറത്തിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഭക്ഷണം കഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ നമ്മൾ കൊട്ടിയിട്ട ഭക്ഷണമൊക്കെ പൂച്ചാൾ കുറേ തിന്നുന്നുണ്ട്. പൂച്ച ഒരു 4 എണ്ണം വന്നിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ വലിയ വലിയ പീസൊക്കെ എടുത്തിട്ട് പൂച്ചാൾ ഓരോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നമ്മളെ കോഴിക്കളും അങ്ങനെ കടിച്ച് മാറുകയാണ്. ഉണ്ടാ. അപ്പോൾ ഓരോ വീട്ടിൻ്റെ മരത്തിൽ കൂടിയൊക്കെ വലുതിൻ്റെ പെട്ടി ഉണ്ടാവും ബർമയിൽ. അപ്പോൾ പഞ്ചായത്തിൻ്റെ പെട്ടികളെ, അപ്പോൾ ആ പെട്ടിയിലിൻ്റെ ഒരു കോലുമ്പം ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. ആൾക്കാർ വേണ്ട വേസ്റ്റ് കോഴിക്കൊക്കെ കൊടുക്കാനുള്ളത്. അങ്ങനെ ഞാനൊക്കെ പൊറുക്കിയിട്ട് വരുമ്പോൾ ഈ കോഴിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, കോഴിക്കും പൂച്ചക്കും. അവിടെ നമ്മളെ കീസിൽ ബാലൻസ് ഉണ്ടോ നോക്കണം. ഒരു പൂച്ച കുറേ ഉണ്ടേ. അപ്പോൾ ഒരു 10-15 പൂച്ചകളുണ്ട്. ഇതുണ്ടല്ലോ, ഒരു പൂച്ച അങ്ങനെ നിന്നാൽ ഒരു കോഴി കഷ്ണം കിട്ടിക്കണം, അതെടുത്തിട്ട് മണ്ടിയതാണ്. ബാക്കി ഇതാ കണ്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ വണ്ടീൻ്റെ ഉള്ളിലൊന്ന് വയ്ക്കണം, ഇതൊന്ന് പോണ്. ഇവിടെ ഒരു 3 തയ്ക്കണ്. നമ്മളെ കോഴിക്കൾ ഓരോ പീസായിട്ട് പോയിക്കണം. അപ്പം ഇങ്ങനെ കച്ചറ ഒരു അടുക്കള വേസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വെക്കും. ഓരോ കുബൂസ്, റൊട്ടി, ചോറ്, എല്ലാ സാധനങ്ങളുണ്ടാവും. ബാ കോഴിക്കളെ വരി. ഇതാണ്ട ചോറൊക്കെ നിറയെ ഉണ്ട്, വരി തിന്നോളി. അപ്പോൾ ഇതൊക്കെ കോഴിക്കൾ തിന്നോളൂ. ഇതൊക്കെ ചോറുണ്ട്, മക്രോണുണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇതിപ്പോൾ കുറേ തിന്നു കഴിഞ്ഞില്ല, നിങ്ങളത് തീറ്റ കഴിഞ്ഞിരിക്കണേ. വരി. വലിയ കോഴിൻ്റെ പീസാണ്. ഇതെന്താ കൊണ്ടുപോകണല്ലേ? ഇതാണോ കോഴിയാണിത്. ഏതാ കോഴി? എന്ത് വേണ്ടേ? അടിച്ചോ? ഇപ്പോൾ പോണുണ്ടോ? കടിച്ചു. അപ്പോൾ മറ്റൊന്ന് തിരക്കൂടാൻ വരുന്നുണ്ട്. ഓടി അടാ. അതേമാതിരി ഓരോരുത്തരും കൊണ്ടിരിക്കണില്ല അവിടെ. അപ്പോൾ പൂച്ചകൾ കുറേ ഉണ്ട്. വരി കോഴിക്കളെ തിന്നോളി. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മളെ പരിപാടി. പ്രിയമുള്ള ചങ്കളെ, കണ്ടില്ലേ? അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ കേട്ടോ. വിട്ടൊന്നും കാട്ടിത്തരാം. കോഴിക്കൾ വരുന്നു. പിന്നെ ഏറ്റവും പൊന്തുള്ള പൂച്ചക്ക് ഓടി, അതിൻ്റെ ഉള്ളിൽ ഓടി. ഏറ്റവും പൊന്താത്തൊരു ഇതിൻ്റെ തലയിട്ടാവും. ആടുകളെ തല ഉണ്ടാവും, കോഴിൻ്റെ തല ഉണ്ടാവും, പോത്തിൻ്റെ മൂരി ഒട്ടകത്തിൻ്റെ തല, എല്ലും ഇറച്ചിയൊക്കെ കിട്ടും ഈ റോഡിൻ്റെ സൈഡിൽ നിന്ന് വേവിച്ചത്. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ്, അടുക്കള വേസ്റ്റ് കൊണ്ടുവന്ന് കൂട്ടിയല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സുഹൃത്തുക്കളെ. സബ്സ്ക്രൈബ് കണ്ടോ? അവൻ്റെ അടുത്ത് വലിയൊരു കോഴിൻ്റെ പീസ് കണ്ടോ? കണ്ടില്ലേ? കുറേ പൂച്ചാളുണ്ട് നമുക്ക്. അടിക്കണണ്ടില്ലേ? അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, ഇങ്ങനെ പാവങ്ങൾക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും കിട്ടൂല. അപ്പോൾ അതാണ് കേട്ടോ. പ്രിയമുള്ള ചങ്കളെ, എല്ലാവരോടും സ്നേഹം മാത്രം. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോയുമായി വരുമ്പോൾ എല്ലാവരോടും ബൈ. അപ്പോൾ നമ്മളിങ്ങനെ കുരുവികൾക്കും കോഴികൾക്കും ഒക്കെ ഭക്ഷണം ഇങ്ങനെ അവിടുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നൊരു പദ്ധതിയാണ് നമ്മളത്. അപ്പോൾ പ്രിയമുള്ള ചങ്കളെ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. ഇതൊക്കെ വെള്ളം നനയുമ്പോൾ തിന്നോണ്ടി കേട്ടോ. വലിയ റൊട്ടിയാണ്, കുബൂസ്. അതായത് കോഴിക്കൊക്കെ ഇങ്ങനെ തിന്നാൻ കൊടുത്താലേ നല്ലതാ. ഇത് തിന്നതിൻ്റെ ബാക്കി ഇങ്ങോട്ട് വലിച്ചെറിയ വരും. അപ്പോൾ അതൊക്കെ കൊണ്ട് ആടുകൾ തിന്നോളും. നെയ്വട എല്ലാ സാധനമുണ്ട്. എല്ലാം റോട്ടിൽ നിന്ന് ഇട്ടാണ്. അപ്പം നമ്മളെ എടുത്തിങ്ങാണ്ട് കോഴിക്കൊക്കെ കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സംഭവം. കോഴിക്ക് പൂച്ചക്കൊക്കെ ഉണ്ടാവും. ഇത്രത്തെ വലിയ ഇറച്ചീൻ്റെ പീസുകളുണ്ടാവും. അപ്പോൾ ഈ പൂച്ചക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ പൂച്ചകൾ കണ്ടില്ലേ ഓടി തിന്നുന്നത്?
അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക. അതാണ് പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഈ പരിപാടി എന്നും നടക്കണതാണ്. ഇത് ഫുൾ പ്ലാസ്റ്റിക്കിൻ്റെ കീസാണ്. ഞാൻ ഒന്ന് കൊണ്ടുവന്ന് കൊട്ടിയതാണ്. ഓരോ കീസുകൾ കണ്ടില്ലേ, അപ്പോൾ ചെറിയ ചെറിയ കീസ് ഇതാ ഫുള്ളാക്കിയിരിക്കണം ഒരു പാത്രം. ഇനി അതവിടെ കീസ്, അതല്ലാതെ അപ്പുറത്തൊരു കീസ് കൊണ്ടിട്ട് ഇത്രയും കീസിൽ വേസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പെട്ടീൻ്റെ ബൽജപ്പെട്ടീൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. അതിനെടുത്തോണ്ടിരിക്കുക, കൊട്ടിയാൽ ഇത്ര തിന്നതാണ്, തിന്നണ്ടില്ല, കാണുന്നില്ല അല്ലേ. അപ്പോൾ അതാണ് കാര്യങ്ങളെ കിടപ്പ്.